Welcome back, dear students. In the last class, we were just discussing about the administration and the system of government under the Delhi Sultanate. So today's class is all about the economic and social life under Delhi Sultanate. The first is the economic life or the economic condition under the Delhi Sultanate. Unfortunately, we have a very little information available about the economic condition of the people who lived under the Delhi Sultanate. Major traveler Ibn Battuta, he lived at the court of Muhammad bin Tughlaq and he worked under him and he traveled very widely. Ibn Battuta left information about the products of the country, condition of roads and the life of people. According to him, rice and sugar cane produced in the eastern and southern part of India, and at the same time, wheat and oil seeds in the northern corner of India. Ibn Battuta says, the soil of India was very fertile and the sesame, indigo and cotton were also produced in India. ഡൽഹി സുൽത്താനേറ്റിൻ്റെ കീഴിലുള്ള സാമ്പത്തിക ജീവിതത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജനങ്ങളുടെ സാമ്പത്തിക നിലവാരത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സാമ്പത്തിക ജീവിതത്തെക്കുറിച്ചുള്ള വളരെ കുറഞ്ഞ വിവരങ്ങൾ മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. പ്രധാനമായിട്ടും ഇബൻ ബത്തൂത്തയുടെ ചരിത്ര ഗ്രന്ഥങ്ങളിലാണ് അല്ലെങ്കിൽ യാത്രാക്കുറിപ്പുകളിലാണ് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള അറിവുകൾ നമുക്ക് ലഭ്യമാവുന്നത്. രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഉൽപ്പാദനങ്ങൾ, അതുപോലെ തന്നെ റോഡുകളുടെ അവസ്ഥ, സാധാരണ ജനങ്ങളുടെ ജീവിതങ്ങൾ, ഇവയെല്ലാം അദ്ദേഹം തൻ്റെ യാത്രാക്കുറിപ്പുകളിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പ്രധാനമായിട്ടും നെല്ലും അതുപോലെ തന്നെ കരിമ്പുമാണ് പ്രധാനമായിട്ടും ഈസ്റ്റേൺ ആൻഡ് സദേൺ ഇന്ത്യയിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗോതമ്പ്, അതുപോലെ തന്നെ ഓയിൽ സീഡ്സ്, ഇത് ഇന്ന് കാണുന്നത് പോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്തിട്ടുള്ളത് ഈ വക ഐറ്റംസാണ്. അതുപോലെ തന്നെ ഇബൻ ബത്തൂത പറയുന്നത് ഇവിടുത്തെ മണ്ണ് എന്ന് പറയുന്നത്, ഇന്ത്യയിലെ മണ്ണ് എന്ന് പറയുന്നത് വളരെ വളക്കൂറുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു പ്രൊഡക്ഷൻ ഇന്ത്യയിൽ അന്ന് സാധ്യമായിരുന്നു എന്നും അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ സെസൈം, ഇൻഡിഗോ, അതുപോലെ തന്നെ കോട്ടൺ, ഇവയൊക്കെ അന്ന് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിച്ചിരുന്നു എന്നും അദ്ദേഹം തൻ്റെ യാത്രാക്കുറിപ്പുകളിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. Peasants and the rural community. Peasants were the overwhelming majority of the population. Famines in different parts of the country that created lots of issues and lots of problems to the peasant community. Good and Mukaddam, they enjoyed a higher standard of life. I already mentioned who are the Good and Mukaddam. They were the important category of people who lived in the village. So they enjoyed a higher standard of life. They did ride costly Arab and Iraqi horses and they wear fine clothes. So this shows the luxurious life of this community or the noble community. Alauddin took a very serious actions against the luxurious life of these Gut and Mukaddam and he abolished their many privileges. And along with that, autonomous Hindu Rajas, they also enjoyed a better standard of life. കർഷകരുടെയും അതുപോലെ തന്നെ ഗ്രാമീണ ജീവിതത്തെയും കുറിച്ച് പറയുകയാണെങ്കിൽ കർഷകർ തന്നെയാണ് പ്രധാനമായിട്ടും ജനസംഖ്യയുടെ ഏറ്റവും ഭൂരിഭാഗം വരുന്നത്. രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ഭക്ഷ്യക്ഷാമങ്ങൾ അവർക്ക് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഗ്രാമത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രമുഖന്മാരായിരുന്നു ഗൂട്ട് ആൻഡ് മുഖദ്ദം എന്ന് പറയുന്ന വില്ലേജ് അല്ലെങ്കിൽ ഗ്രാമങ്ങളിലുള്ള പ്രമാണിമാർ. ഇവരായിരുന്നു ഗ്രാമങ്ങളിൽ ഏറ്റവും കൂടുതൽ സുഖലോലുപരായി ജീവിച്ചിരുന്നത് ഈ ഒരു വിഭാഗം ആളുകളായിരുന്നു. വലിയ വിലയുള്ള കുതിരകളെ ഓടിക്കാനും അതോടൊപ്പം തന്നെ നല്ല വസ്ത്രങ്ങൾ ധരിക്കാനുമൊക്കെ സാഹചര്യങ്ങൾ ലഭിച്ചിരുന്നതും ഈ ഒരു വിഭാഗത്തിനായിരുന്നു. ഇവരുടെ ഈ ഒരു ലക്ഷൂറിയസ് ലൈഫിനെ പലപ്പോഴും അലാവുദ്ദീൻ ഖിൽജി ചോദ്യം ചെയ്യുകയും അവരുടെ പല രീതിയിലുള്ള അവകാശങ്ങളും അദ്ദേഹം
നിഷേധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അവരുടെ സുഖലോലുപമായിട്ടുള്ള ജീവിതത്തെ അദ്ദേഹം ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹിന്ദു രാജാക്കന്മാർ, സ്വതന്ത്രരായിരുന്ന ഹിന്ദു രാജാക്കന്മാർ, അവരും പലപ്പോഴും വലിയ തോതിലുള്ള ഒരു ലക്ഷൂറിയസ് ലൈഫ് ഫോളോ ചെയ്തിരുന്നു എന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. Trade and urbanization. Improvement of communication and currency system led to the growth of trade in India during the period of Delhi Sultanate. Ibn Battuta calls Delhi the largest city in the eastern part of the Islamic world. Lahore, Multan, Kara, Lucknowti, Anhilwara and Cambe in Gujarat were the other important cities that pre-existed in the period of Delhi Sultanate. Bengal and the cities of Gujarat were famous for the quality fabrics. Cambe in Gujarat was known for the gold and silver works. Sonargaon in Bengal was famous for silk and cotton cloths. And new crafts like the paper manufacture introduced by the Turks or the Delhi Sultanate rulers. വ്യാപാരവും നഗരങ്ങളുടെ വളർച്ചയും ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭരണത്തിന് കീഴിൽ ശക്തി പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും വാർത്താവിനിമയ സാഹചര്യങ്ങളുടെ വളർച്ച, അതോടൊപ്പം തന്നെ നല്ല കൃത്യമായിട്ടുള്ള ഒരു കറൻസി സമ്പ്രദായം, നമ്മൾ സൂചിപ്പിച്ചതുപോലെ സിൽവർ തങ്കയും അതുപോലെ തന്നെ കോപ്പർ ജിതാലും അടങ്ങുന്ന നല്ല രീതിയിലുള്ള വിപുലമായ ഒരു കറൻസി സിസ്റ്റവും, ഇതൊക്കെ ആ കാലഘട്ടത്തിലെ വ്യാപാരത്തെയും അതോടൊപ്പം തന്നെ നഗരങ്ങളുടെ വളർച്ചയിലേക്കും സ്വാഭാവികമായിട്ടും സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇബ്ൻ ബത്തൂത്ത പറയുന്നത് ഇസ്ലാമിക ലോകത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള നഗരമായിരുന്നു അന്ന് ഡൽഹി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ നഗരമായിരുന്നു ഡൽഹി എന്ന് പറയുന്നത്. ഡൽഹിയോടൊപ്പം തന്നെ മുൾട്ടാനും കാരയും ലാഹോറും ലക്നൌത്തിയും അൻഹിൽവാരയും ക്യാമ്പയും ഒക്കെ മറ്റു പ്രധാനപ്പെട്ട നഗരങ്ങളായി വളർച്ച പ്രാപിക്കുകയും ചെയ്തു. ബംഗാളും അതുപോലെ തന്നെ ഗുജറാത്തിലെ നഗരങ്ങളുമൊക്കെ നല്ല ക്വാളിറ്റിയുള്ള തുണിത്തരങ്ങൾക്ക് പ്രശസ്തമായിരുന്നു. ഗുജറാത്തിലെ ക്യാമ്പെ ഗോൾഡ് ആൻഡ് സിൽവർ വർക്കിന് പ്രശസ്തമായി മാറുകയും ചെയ്തു. ബംഗാളിലെ സൊനാർഗൺ സിൽക്കിൻ്റെയും അതുപോലെ തന്നെ കോട്ടൻ്റെയും ഉൽപ്പാദന കേന്ദ്രമായി ഈ കാലയളവിൽ വളർച്ച പ്രാപിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ തുർക്കികൾ ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ക്രാഫ്റ്റാണ് പേപ്പർ മാനുഫാക്ചർ, അല്ലെങ്കിൽ പേപ്പറിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത്. പേപ്പറിൻ്റെ നിർമ്മാണം ആക്ച്വലി ചൈനയിലാണ് ആദ്യമായിട്ട് വരുന്നത്. ചൈനയിൽ നിന്നും അറബികൾ വഴി അത് ഇസ്ലാമിക ലോകത്തേക്കും അതുപോലെ തന്നെ ഇന്ത്യ അടക്കമുള്ള അറബികൾക്ക് സ്വാധീനമുള്ള മണ്ണിലേക്ക് വളർച്ച പ്രാപിക്കുകയും ചെയ്യുന്നു. പിന്നീട് അത് യൂറോപ്പിലേക്ക് ഈ ഒരു പേപ്പർ എന്ന് പറയുന്ന ഐഡിയ യൂറോപ്പിലേക്ക് എത്തുന്നത് 14-ാം നൂറ്റാണ്ടിൽ മാത്രമാണ്. അത് ഇന്ത്യയിൽ നിന്നും യൂറോപ്യന്മാർ പഠിച്ചെടുക്കുകയും ചെയ്യുന്നതാണ്. Indian texts were produced in China. India imported horses, glassware and high quality textiles from West Asia. West Asia is like famous for the horses and glassware items. Silk imported from China, ivory imported from South Africa or the different part of the African continent, spices from Southeast Asia like the Singapore, Malaysia, Philippines and all. And Arabs were the dominant partners in the Indian Ocean trade of India, or the British India, or the India during the time of Delhi Sultanate. So many merchants from Afghanistan and Iran settled in Delhi. So many wealthy merchants, they lived in the Cambe in Gujarat. Cambe was the famous trade port during that phase. പ്രധാനമായിട്ടും ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ ഇന്ത്യൻ തുണിത്തരങ്ങൾ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ തുണിത്തരങ്ങൾക്കുള്ള ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഗുണനിലവാരമുള്ള തുണിത്തരങ്ങളായിരുന്നു ഇന്ത്യൻ തുണിത്തരങ്ങളുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ചൈനയിലേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് പ്രധാനമായും ഇറക്കുമതി ചെയ്തിട്ടുള്ളത് കുതിരകളും അതുപോലെ തന്നെ ഗ്ലാസ് ഐറ്റംസ്, അതുപോലെ തന്നെ വളരെ ക്വാളിറ്റിയുള്ള തുണിത്തരങ്ങൾ, ഇവയൊക്കെ വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമാണ് പ്രധാനമായിട്ടും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. സിൽക്ക് ഇറക്കുമതി ചെയ്തത് ചൈനയിൽ നിന്നാണ്. അതുപോലെ തന്നെ ആനക്കൊമ്പ് കൊണ്ടുള്ള ഐവറി ഐറ്റംസ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യപ്പെടുകയും ചെയ്തു.
അതുപോലെ തന്നെ സുഗന്ധ വ്യഞ്ജനങ്ങൾ അല്ലെങ്കിൽ സ്പൈസസ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും, മലേഷ്യ പോലെയുള്ള, സിംഗപ്പൂർ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ, ഇന്തോനേഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് പ്രധാനമായിട്ടും സ്പൈസസ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അറബികൾ തന്നെയായിരുന്നു പ്രധാനമായിട്ടും ട്രേഡിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ അന്നത്തെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാനിൽ നിന്നുമൊക്കെയുള്ള കച്ചവടക്കാർ ഇന്ത്യയിൽ വന്നിട്ട് ഡൽഹിയിലൊക്കെ സ്ഥിരതാമസമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുമായിട്ടുള്ള അവരുടെ ബന്ധം സൂചിപ്പിക്കുന്ന തെളിവുകളാണിത്. അതുപോലെ തന്നെ സമ്പന്നരായിട്ടുള്ള ഒരുപാട് കച്ചവടക്കാർ അന്ന് ഗുജറാത്തിലെ ക്യാമ്പയിൽ സെറ്റിൽ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയുടെ അന്നത്തെ സാമ്പത്തിക അവസ്ഥ, അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിന് കീഴിലുള്ള ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥ അതിനെ സൂചിപ്പിക്കുന്ന തെളിവുകൾ എന്ന് പറയുന്നത്. So next we have the social life under the Delhi Sultanate. Sultan and nobles were the major community in the social structure. Sultan and his nobles, they enjoyed a higher standard of life. Almost every sultan built their own palace. This shows the luxurious life of Delhi Sultanate rulers. So every sultan had a harem containing queens and large number of slaves from various countries. Large number of servants, slaves, men and women were employed there in harem. Large salaries and allowances were given to these nobles. സാമൂഹിക ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാമൂഹിക ശ്രേണിയിൽ ഏറ്റവും മുൻപന്തിയിൽ വരുന്നത് ഡൽഹി സുൽത്താനേറ്റിന് കീഴിലുള്ള രാജാക്കന്മാരും അതോടൊപ്പം തന്നെ പ്രഭുക്കന്മാരുമായിരുന്നു. അവരായിരുന്നു സമൂഹത്തിൽ ഏറ്റവും ഗുണനിലവാരമുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു എൻജോയ് ചെയ്തിട്ടുള്ള ജീവിതം നയിക്കുകയും ചെയ്തിട്ടുള്ളത്. എല്ലാ സുൽത്താൻമാർക്കും അവരുടെ സ്വന്തമായിട്ടുള്ള കൊട്ടാരങ്ങൾ അവർ നിർമ്മിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ സുൽത്താൻമാർക്കും ഒരു സെപ്പറേറ്റ് ഹറം നിലവിലുണ്ടാവുകയും ചെയ്തിരുന്നു. ഹറം എന്ന് പറയുന്നത് അന്ന് രാജ്ഞിമാരും അതോടൊപ്പം തന്നെ കൊട്ടാരത്തിൽ പണിയെടുക്കുന്ന, അല്ലെങ്കിൽ ഹറമിൽ പണിയെടുക്കുന്ന മറ്റ് അടിമകളുമൊക്കെ ജീവിച്ചിരുന്ന, ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള അടിമകളൊക്കെ ജീവിച്ചിരുന്ന ഒരു കുടുംബക്കാർ ജീവിച്ചിരുന്ന, സുൽത്താൻമാരുടെ കുടുംബക്കാർ ജീവിച്ചിരുന്ന മറ്റൊരു കൊട്ടാരത്തെയാണ് നമ്മൾ ഹറം എന്ന പേരിൽ വിളിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് സെർവൻറ്റുകൾ, വീട്ടിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, അതോടൊപ്പം തന്നെ അടിമകൾ, അവരൊക്കെ അന്ന് കൊട്ടാരത്തിൽ ഈ ഒരു ഹറമിൽ ജീവിക്കുകയും ചെയ്തിരുന്നു. നല്ല രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളും അതോടൊപ്പം തന്നെ ശമ്പളവുമൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക്, പ്രത്യേകിച്ച് പ്രഭുക്കന്മാർക്ക് നൽകുകയും ചെയ്തിരുന്നു. Educated people or the literate community were employed in the official post under the Delhi Sultanate. Work of teaching was largely in the hands of Muslim scholars or the Muslim theologians called ulamas. Slavery was common during this phase. Some slaves were also imported from Abyssinia or different part of Africa. So in this society, Muslim nobles led a life of great ostentation, or a very luxurious life they followed. Common people led a very simple life, as we see in every corner of the world. പ്രധാനമായിട്ടും വിദ്യാസമ്പന്നരായ ജനങ്ങളെ ഭരണത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരായി നിയമിച്ചിരുന്നു. അതുപോലെ തന്നെ അധ്യാപകരായിട്ട് അന്ന് പ്രധാനമായും ഉണ്ടായിരുന്നത് മുസ്ലിം പണ്ഡിതന്മാരായിരുന്നു. ഇവർ ഉലമാസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുകയും ചെയ്യുന്നത്. അടിമത്തം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ വളരെ കോമൺ ആയിട്ട് നടക്കപ്പെടുന്ന, അല്ലെങ്കിൽ വളരെ സുലഭമായി നടക്കപ്പെടുന്ന ഒരു കാര്യമായിരുന്നു. പ്രധാനമായിട്ടും അടിമകളെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ അബിസീനിയയിൽ നിന്നൊക്കെയാണ് പ്രധാനമായിട്ടും ഇറക്കുമതി ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. യുദ്ധങ്ങളിലൂടെ പിടിച്ചെടുക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അടിമകളെ കൊട്ടാരത്തിലെ പണിക്കാരായിട്ട് നിയമിക്കപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും മുസ്ലിം പ്രഭുക്കന്മാർ വലിയ തോതിലുള്ള ലക്ഷൂറിയസ് ലൈഫ് ഫോളോ ചെയ്തതായിട്ട് കാണപ്പെടുകയും ചെയ്യുന്നു. ഒരു ആഡംബര ജീവിതം അവർ നയിക്കുകയും ചെയ്തിരുന്നു. സാധാരണക്കാരൻ്റെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും കാണുന്നത് പോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു സാധാരണക്കാർ ഫോളോ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. കാസ്റ്റ് സിസ്റ്റം വാസ് വെരി കോമൺ ഇൻ ദി ഹിന്ദു സൊസൈറ്റി. വിഡോ റീമാരിയേജ് വാസ് പ്രൊഹിബിറ്റഡ് ഫോർ ഹിന്ദു വിമൻ. Child marriage and devotion to the husband continued during the Delhi Sultanate period. And practice of parda became widespread among the upper class women. So this
Parda became the icon of prestige among the upper caste community or the upper class women. Muslim society was divided into several ethnic and racial groups. സോ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് അന്ന് ഹിന്ദു മതവിശ്വാസികൾക്കിടയിൽ സാധാരണയായിട്ട് നടക്കുന്ന ഒരു കാര്യമായിരുന്നു. വിധവാ പുനർവിവാഹമെന്ന് സ്ത്രീകൾക്ക് അനുവദിക്കുകയും ചെയ്തിട്ടില്ല. ശൈശവവിവാഹവും അതുപോലെ തന്നെ ഭർത്താവിനോടുള്ള ഒരു ആരാധന അതും അന്ന് ആ കാലഘട്ടത്തിൽ വളരെ സുലഭമായി നടക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ പർദ സമ്പ്രദായം അന്ന് അപ്പർ കാസ്റ്റ് കമ്മ്യൂണിറ്റിക്കിടയിൽ അല്ലെങ്കിൽ അപ്പർ ക്ലാസ് കമ്മ്യൂണിറ്റിക്കിടയിൽ പർദ സമ്പ്രദായം വളരെ കോമൺ ആയിരുന്നു എന്ന് മാത്രമല്ല അത് സമ്പത്തുള്ളവൻ്റെ ഒരു അടയാളമായിട്ട് പർദ മാറുകയും ചെയ്തു. പ്രധാനമായിട്ടും മുസ്ലിം സൊസൈറ്റിയിൽ ജാതി വ്യവസ്ഥകളുണ്ടായിരുന്നില്ല എങ്കിലും ഒരുപാട് വംശ ഗോത്രങ്ങളായിട്ട് അല്ലെങ്കിൽ വംശ ഗ്രൂപ്പുകളായിട്ട് മുസ്ലിം സൊസൈറ്റി അന്ന് ഡിവൈഡ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. State and society was basically Islamic in nature based on the Sharia law. So jizya or the non-Muslim tax was existed during the time of Delhi Sultanate. Indian Muslims were the lowest section of the Muslim society. As we talked in the last slide, Muslim society was divided into many ethnic groups like the Turks, like the Afghans, and the Indian nobles, the Indian Muslims, like that. സമൂഹം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇസ്ലാമിക രീതിയിലുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക സ്വഭാവമുള്ള ഒരു സമൂഹമായിരുന്നു. ഭരണാധികാരികളൊക്കെ തന്നെയും ശരീഅത്ത് നിയമത്തെ അല്ലെങ്കിൽ ഇസ്ലാമിക നിയമം അനുസരിച്ച് പ്രധാനമായിട്ടും അവരുടെ ഭരണത്തിൻ്റെ മുക്കാൽ ഭാഗവും ഇസ്ലാമിക ഭരണത്തിൻ്റെ മാതൃകയിലായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. അന്ന് ജിസിയ അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്തവർ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട നികുതി അന്ന് നിലവിലുണ്ടായിരുന്നു. നമ്മൾ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് ഒരുപാട് വംശഗോത്രങ്ങളായിട്ട് തരംതിരിക്കപ്പെട്ടിരുന്നു. അതിലേറ്റവും താഴെത്തട്ടിൽ വരുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളായിരുന്നു. തുർക്കികളും അഫ്ഗാനികളുമായിരുന്നു ഏറ്റവും പ്രധാനമായും ഈ ഒരു കാറ്റഗറിയിൽ ഏറ്റവും മുന്നിലായിട്ട് വരുന്നത്. ഇന്ത്യൻ മുസ്ലിംസ് ആ ഒരു കാറ്റഗറിയിൽ റേഷ്യൽ ഗ്രൂപ്പ്സിൽ ഏറ്റവും താഴെത്തട്ടിൽ വരുന്ന ഒരു വിഭാഗമായിരുന്നു. സോ ദിസ് ഈസ് ദി കണ്ടീഷൻ ഓഫ് സൊസൈറ്റി അണ്ടർ ദി ഡൽഹി സുൽത്താനേറ്റ്. താങ്ക് യു.